എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറേ നാളിന് ശേഷം, എനിക്ക് ഏകദേശം ഒരു 5 വർഷത്തെ ഗ്യാപ്പുണ്ട്, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറേ ഗ്യാപ്പ് വന്നതിൻ്റെ കാരണം കോവിഡിൻ്റെ ഇഷ്യൂസ് ഉള്ള സമയത്തൊന്നും നമുക്കൊന്നും ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ വേറെ ജോലികളിലൊക്കെ ആയി എൻഗേജ്ഡായി, അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു ഓഫർ വന്നത്. അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ വർക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഹൊറർ കോമഡി സബ്ജക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൊരു ലീഡ് ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാനപ്പോൾ കാണിക്കാം. എന്തായാലും ഷോർട്ട് ഫിലിം റിലീസാക്കിയതിന് ശേഷം ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഞാൻ ലൊക്കേഷനിലെത്തി. ഇതിപ്പം നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അനുപമ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറാണ് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചറാണ്. ടീച്ചർ നമ്മുടെ സെൻസർ ബോർഡിലൊക്കെ മെമ്പറാണ്. അപ്പോൾ ടീച്ചർ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയാണ്. അപ്പോൾ ഇത് അതിനകത്ത് നമുക്ക് 2 വീടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് വീടാണ്. ഇപ്പോൾ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ ലൊക്കേഷനിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഇത് കൂടെ എൻ്റെ കൂടെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ ഒരു ചിരി മെമ്പർഷിരിയിലൊക്കെ നമുക്ക് എന്താ പറയുക, ഗ്രൂമിങ് സെക്ഷനിലുള്ള കോമഡിയൊക്കെ ചെയ്യുന്നൊരു പുള്ളിയാണ്. ഇതാണ് നമ്മുടെ ഒരു വീട്. നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻട്രോ സീൻ എടുക്കുന്നത്. നല്ല അടിപൊളി ഒരു വീടാണ്, താമസമൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾ ചെന്ന ദിവസം അവിടെ ആരും ഇല്ലായിരുന്നു, അവിടെ ഏൽപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മുടെ ഡയറക്ടർ അനുപമ ടീച്ചർ. നല്ല രീതിയിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരുടെ ഫസ്റ്റ് ഒരു പരീക്ഷണ ചിത്രം എന്ന് പറയാൻ, നമ്മളൊരു വലിയ ഓവറായിട്ടൊരു സംഭവമായിട്ടൊന്നും നിങ്ങളതിനെ കാണരുത്. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓൾറെഡി ഷോർട്ട് ഫിലിം റിലീസായിട്ടുണ്ട്. ദൈവാധീനം എന്നായിരുന്നു നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഇപ്പോൾ അത് ഓൾറെഡി ഒരു 5K, ഒരു 5000 വ്യൂസോളം ഇപ്പോൾ യൂട്യൂബിലായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചത് ഒരു ചെറിയ സംരംഭമാണ്. അപ്പോൾ അതിൽ നിന്നുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഞാനത് നമ്മുടെ ഒരു വർക്കായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് എടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പൂജ പോലെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒരു തേങ്ങ ഉടച്ചൊക്കെ തുടങ്ങാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും ക്യാമറ എല്ലാം കൊണ്ടുവച്ചു. നമ്മളപ്പോൾ ഒരു തേങ്ങ ഉടച്ച് ജസ്റ്റ് ഒരു ഐശ്വര്യമായിട്ട് നമ്മുടെ വർക്ക് ആദ്യമായിട്ട് തുടങ്ങാമെന്നുള്ളൊരു ഇതിൽ ആരംഭിക്കുകയാണ്. പൂജയുടെ കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷൂട്ടിനുള്ള വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുവിധം സെറ്റായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോയാണ്. അപ്പോൾ ക്യാമറ സെറ്റായിട്ട് നമ്മൾ ക്യാമറയൊന്ന് പൂജിക്കണമല്ലോ. എന്തായാലും നമ്മൾ ഒരു നല്ല കാര്യം തുടങ്ങുമ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. അങ്ങനെ ജസ്റ്റ് തേങ്ങ ഒന്ന് ഉഴിഞ്ഞിട്ട് തേങ്ങ ഉടക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ഗണപതിക്ക് വെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഗണപതിയുടെ ഒരു അനുഗ്രഹം കിട്ടുക എന്നുള്ള രീതിയിൽ വിഘ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തേങ്ങയിൽ കർപ്പൂരം വെച്ചിട്ട് നമ്മൾ അത് എന്താ പറയുക, കർപ്പൂരത്തിൽ നമ്മൾ തീ കൊടുത്തിട്ട് നമ്മളൊന്ന് ക്യാമറ ഒന്ന് ഒഴിഞ്ഞിടുകയാണ്. അപ്പം എല്ലാ വിഘ്നങ്ങളും മാറ്റണം. നമ്മുടെ വർക്കുകളും ഇനി വരുന്ന വർക്കുകളും ഇപ്പോൾ നമ്മൾ ഒരു ടീമായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ദൈവാനുഗ്രഹം അനുസരിച്ച് നല്ല നല്ല വർക്കുകൾ വരും. ഇത് ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. കാരണം സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ വർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം അത് അവസാനം നമുക്ക് എല്ലാം കഴിഞ്ഞു വന്നപ്പം നോയ്സ് ഒരുപാട് വന്നിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് വർക്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സീൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ള ആൾക്ക് ഈ ഒരു സീൻ ഏതാണെന്ന് മനസ്സിലാകും. നമ്മളിവിടെ ഒരു വാടകയ്ക്ക് താമസിക്കാൻ വരുന്നൊരു കഥാപാത്രമായിട്ടാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് 2 ലീഡ് ക്യാരക്ടറാണുള്ളത്. അതിൽ ഒരു ക്യാരക്ടർ എൻ്റെയാണ്. അപ്പോൾ അതായത് ഷോർട്ട് ഫിലിമിൽ ത്രൂ ഔട്ട് എൻ്റെ ക്യാരക്ടറുണ്ട്. അങ്ങനെ നായകൻ വില്ലൻ അങ്ങനെയൊന്നുമില്ല. അതെല്ലാ ആൾക്കാരും എന്താ പറയുക, അവരവരുടെ റോളുകൾ വളരെ ഭംഗിയാക്കി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബമ്പർ ചിരിയിലേക്കുള്ള ഒരു ഗ്രൂമറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. നിഖിൽ എന്നാണ് പേര്. പുള്ളി കോമഡി സ്കിറ്റുകളും സ്റ്റേജ് ഷോസൊക്കെ ചെയ്യുന്ന അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കൂടെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. ആളുടെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഹെൽപ്ഫുള്ളൊക്കെ ആയിരുന്നു. അപ്പം ആളുടെ ഒരു ഇൻട്രൊഡക്ഷൻ സീനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്നൊക്കെ ഡയറക്ടർ ആൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും കാരണം ആ സമയത്ത് എൻ്റെ സീൻ അവിടെ ഇല്ലായിരുന്നു. ആളുടെ ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ അന്നേരത്തേക്കിന് എന്ത് ചെയ്തു, അവരുടെയൊക്കെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു. കാരണം എനിക്ക് എന്തായാലും വ്ളോഗ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനത് ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, ഇനി ഞാൻ പറ്റുന്നതായിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വ്ളോഗാക്കി ഇടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഷോർട്ട് ഫിലിം റിലീസ് ആകുന്നതിന് മുമ്പ് വ്ളോഗ് ആക്കാൻ പാടില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി. അതിനുശേഷമാണ് ഞാനിപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാനൊരു മടിയുണ്ടായിരുന്നത്. മൊത്തം കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടെ എല്ലാവരും ഇരുന്ന് കാണത്തൊന്നുമില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ആക്കാമെന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഏകദേശം ഒരു 5K ആയിട്ടുണ്ട്. കാരണം ഒരു പുതിയ ചാനലാണ്. പുതിയ ചാനലിന് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ചാനലിൽ ഒരു 5K കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി അതിന് ശേഷം ഞങ്ങളുടെ പുതിയ സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ വീട്ടിലെ സീൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ നൈറ്റ് ഷൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐക്ഷിയുടെ കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റാണിത്. അപ്പോൾ അത്യാവശ്യം ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിമിലെ യക്ഷി അല്ലേ? യക്ഷിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഫസ്റ്റ് ടൈമാണ് അഭിനയിക്കുന്നത്. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? കുഴപ്പമില്ലല്ലേ. അപ്പോൾ നമ്മളിവിടെ അവിടെ റൂമിൽ കുറച്ച് ലൈറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ക്യാമറമാൻ. ക്യാമറമാൻ ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടായിരുന്നു. കാരണം ഉറങ്ങിയിട്ടില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ക്യാമറമാനുണ്ട്, പിന്നെ ഡയറക്ടർ, നടുക്കിരിക്കുന്നതിന് ഡയറക്ടർ. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോസ് നമുക്കതൊരു എന്താ പറയുക, ഒരു മെമ്മറി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ യക്ഷിയുടെ കുറച്ച് സീൻസുകളാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ യക്ഷിക്ക് നൈറ്റ് ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും പുള്ളിക്കാരി നമ്മുടെ പൂജ മുതലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു സപ്പോർട്ട് പോലെ തന്നെയായിരുന്നു. കാരണം അവരുടെ സീൻ ആ സമയത്ത് എടുക്കുന്നില്ലെങ്കിൽ പോലും ആൾ ഫുള്ള് ത്രൂ ഔട്ട് ദ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആൾ പോയി അതിന് വേണ്ടുന്ന മേക്കപ്പ്, കോസ്റ്റ്യൂംസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ആളുടെ ഷോട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 മണിയായി, രാത്രി 10 മണിയോളമായി ഈ സീൻസും കാര്യങ്ങളും എടുക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ അത്രയും നേരം നമ്മളോട് ക്ഷമയോടുകൂടി നിന്നൊരാളാണ്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത് കണ്ടോ, ഇതാണ് ഒരു ജസ്റ്റ് വളരെ ഒരു ഫ്യൂ സെക്കൻഡ് മാത്രമുള്ളൊരു സീൻസാണ് ഈ യക്ഷിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണ് ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് വളരെ എല്ലാം വളരെ നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യക്ഷിയുടെ റീൽ എടുത്തായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അത് നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നൊരു ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പണ്ടത്തെ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ഫീലാണ് കിട്ടിയത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് അന്നത്തേക്കുള്ള ഫുഡെല്ലാം കഴിച്ചത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടോ, നമ്മൾ മാക്സിമം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു. അതിലൊന്നും
നമ്മുടെ ടീം ഒരു രീതിയിലുള്ള ഒരു പിശുക്കൊന്നും കാണിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. പിന്നെ അതിന് ശേഷം വീണ്ടും കുറച്ച് നൈറ്റ് ഷൂട്ടുകളായിരുന്നു. ഫുഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂസ് ഷൂട്ട്. അപ്പോൾ ഈ ഒരു ഷൂട്ടിലൊന്നും എനിക്കത്ര വലിയ സീൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തതിന് ശേഷം ഞാൻ പോയി കുറച്ച് റെസ്റ്റ് ചെയ്തു. അത് ഞാൻ കുറച്ച് ഉറങ്ങി. ഇപ്പോൾ രാത്രി 1:30 ആയിട്ടുണ്ട്. ഇതുവരെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഇന്ന് ഉറങ്ങത്തുള്ളല്ലേ. അതെ. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടതും എങ്ങനെയാണ് നമ്മൾ വരേണ്ടതും ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡയറക്ടർ നമുക്കത് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരികയാണ്. ഫുള്ളായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഡയറക്ടറുടെ കയ്യിലിരിക്കുന്നത്. സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അഭിനയിക്കേണ്ടതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഡയറക്ടർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ആ ഡയറക്ടർ കാണിച്ചു തരികയാണെങ്കിൽ നമുക്കത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ സമയം നോക്കി എത്ര മണിയായെന്ന്. അപ്പോൾ ഈ സമയത്തും ഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഏകദേശം വെളുപ്പിനെ 3:30 ആകാറായിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് തുടങ്ങിയ ഷൂട്ടിങ്ങാണ്. ഡയറക്ടർ അവിടെ താടിക്ക് കൈയും കൊടുത്തിരിപ്പുണ്ട്. വെളുപ്പിനെ 3:30 ആയിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കൽ നിർത്തുകയാണ്. അപ്പോൾ ഷോർട്ട് ഫിലിം റിലീസാകുമ്പോൾ എല്ലാവരും കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഷോർട്ട് ഫിലിമുകൾ ഞങ്ങൾ ചെയ്യുന്നതാണല്ലേ ഡയറക്ടർ. ഡയറക്ടർക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.